അസ്സലാമു അലൈക്കും, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സിമ്പിളായിട്ട് കുക്കറിൽ എങ്ങനെ മത്തിക്കറി ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇനി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മത്തി, പിന്നെ മുളക് പൊടി, 2 ഐറ്റം മുളക് പൊടിയുണ്ട്, 1.5 സ്പൂൺ വെച്ചാണ്. മല്ലിപ്പൊടി 1 സ്പൂണ്, കുരുമുളക് 3/4 സ്പൂണ്, ഉലുവ 1/2 സ്പൂണ്, പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളിയാണ്. അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കുറച്ച് വലിപ്പമായിട്ട് തോന്നണത്. പിന്നെ ഒരു തക്കാളി പുളി കുതിരുമ്പോൾ നമുക്ക് കുറച്ച് ഇതാവുമല്ലോ, പെരുകുമല്ലോ, അങ്ങനെയാണ് അത്ര വലിപ്പമായിട്ട് തോന്നണത്. പിന്നെ കറിവേപ്പില. ഇനി അതിന് നമുക്ക് അരപ്പ് പുരട്ടാം. എങ്ങനെയാണ് അതിന് ചെയ്യേണ്ടതെന്ന് നോക്കാം. പൊടി ഐറ്റംസ് എല്ലാം ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് മത്തി, അതായത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മത്തി അതിലേക്കിട്ട് നന്നായിട്ട് മസാല പുരട്ടിയെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ, നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നന്നായിട്ട് നല്ലൊരു പ്രത്യേക ഒരു കറിവേപ്പിലയുടെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നന്നായിട്ട് പിടിക്കും ഈ കറിക്ക്. പിന്നെ മത്തി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിയിൽ മിക്സ് ചെയ്തെടുക്കാം. അരപ്പ് പുരട്ടിയെടുക്കുക. ഞാൻ വാന്നിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ അരപ്പ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ മീനുകളെല്ലാം വാന്നിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ, സൂപ്പറാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് കൊള്ളുമെങ്കിലും കൊള്ളൂലെങ്കിലും പറയണം. അത് കഴിഞ്ഞ് ആ പുളി നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ തക്കാളി അരിഞ്ഞ് ശകലം വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കുക. കാരണം വേറെ തക്കാളി ഒന്നല്ലേ ഉള്ളൂ, അപ്പോൾ അരഞ്ഞ് വരാൻ പാടാണ്. അതിന് കുറച്ച് വെള്ളം ഒഴിക്കുക. പിന്നെ പുളി പിഴിഞ്ഞ് എടുത്ത ചാറാണ്, അതാണ് ഞാൻ ഒന്നുകൂടി എടുത്ത് കാണിച്ചത്. പിന്നെ കുക്കർ വെച്ചിട്ട് കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 കൊത്ത് കറിവേപ്പില അതിലേക്ക് ഇറുത്തിടുക, അല്ലെങ്കിൽ മുഴുവനെ 2 കൊത്ത് കറിവേപ്പില അതിൻ്റെ അകത്ത് നിരത്തി വെച്ചാലും മതി. കറിവേപ്പില ഇങ്ങനെ ഇടണമെന്ന് വെച്ചാൽ നല്ല ഒരു ഫ്ലേവർ കിട്ടും, ഒരു പ്രത്യേക ഒരു മണവും കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെ കിട്ടും. ഈ കറി നല്ല മരിച്ചിനിയിലെ കപ്പ, അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും ഒക്കെ സൂപ്പറാണ്. കപ്പ, ഗോതമ്പ് ദോശ, അതിൻ്റെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളിയാണ്. അങ്ങനെ ആ മത്തി അതിലോട്ട് നിരത്തി വെക്കണം. നിരത്തി വെച്ചിട്ട് അഥവാ സൈഡിലൊക്കെ ഫില്ലാവുകയാണെങ്കിൽ മുകളിലോട്ട് വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ കറി നിങ്ങൾക്ക് കൂടുതൽ കറി വേണമെങ്കിൽ ആ പാത്രത്തിൽ വെള്ളം കൂടെ ഒഴിക്കാം. അല്ലെങ്കിൽ തക്കാളിയുടെ അരപ്പും പുളിയുടെ വെള്ളവും മതി. ചെറിയൊരു വറ്റിച്ച മാതിരി, ചെറിയൊരു കുറുകിയ രീതിയിലാണ് എടുക്കണമെങ്കിൽ അങ്ങനെ മതി. കാരണം അധികമൊന്നും ചേർക്കല്ല. പിന്നെ വേണമെങ്കിൽ ഒരു 2 തക്കാളി ചേർക്കാം കേട്ടോ. ഇതേ വലിപ്പത്തിനുള്ള 2 തക്കാളി ചേർക്കാം. പിന്നെ ഞാൻ ഒരെണ്ണേ ചേർക്കുന്നുള്ള, അത്ര മതി. അതുകൊണ്ട് ഒരെണ്ണേ ചേർക്കണം. പിന്നെ ഒരുപാടാകുമ്പോൾ ചിലപ്പോൾ ഈ ടേസ്റ്റിൽ വേറൊരു വ്യത്യാസം വരും, തക്കാളി കൂടുതൽ ചേർത്താൽ. അങ്ങനെ പുളിയുടെ വെള്ളം കൂടെ ഒഴിച്ച് പിന്നെ ആ ജാറ് കഴുകി പാത്രത്തിൽ ഒഴിച്ചിട്ട് ഞാൻ അതിൽ മിക്സ് ചെയ്താണ് ഞാൻ അതിലോട്ട് ഒഴിക്കണം. ഇത്ര വെള്ളം വേണ്ടെങ്കിൽ ഈ ശകലം വെള്ളം ഒഴിച്ചൊന്ന് കലക്കി അങ്ങ് ഒഴിച്ചാൽ മതി. നമുക്ക് ഇത്തിരി ചാറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഉപയോഗിച്ചത്. എന്നിട്ട് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. കുറവാണെങ്കിൽ പിന്നെ ഇട്ടാൽ മതി. ഇപ്പോൾ കുറച്ചിട്ട് ഇത് വെച്ച് ഇളക്കി ചെറുതായിട്ട് അടിയിലായിട്ട് വെച്ചൊന്ന് ഇളക്കണം. ഒരുപാടിങ്ങനെ ഇതായിട്ട് ഇളക്കണ്ട, അടിയിൽ തട്ടുന്ന രീതിയിലൊന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ ആ മീനിലൊക്കെ ഇരിക്കുന്ന അരപ്പ് കുറച്ചെങ്കിലും അങ്ങനെ ഇരിക്കും. കുക്കർ അടച്ച് വെച്ച് ഫ്ലെയിം ഓണാക്കാം, അടുപ്പിൽ വയ്ക്കാം. 3 വിസിൽ, ഇത്ര കറിയോടുകൂടി വേണമെങ്കിൽ 3 വിസിൽ കയറ്റിക്കാം, അല്ലെങ്കിൽ 2 വിസിൽ കയറ്റിച്ചിട്ട് ഒന്നും കൂടെ ശകലം കൂടെ കുറുവണ രീതിയിൽ തിളപ്പിച്ചെടുക്കാം കേട്ടോ. എനിക്ക് കറി ഇത്രയും വേണമെന്ന് മതി, അതുകൊണ്ട് ഞാൻ 3 വിസിൽ കയപ്പിച്ചെടുത്ത് കുറച്ചുകൂടെ വറ്റിക്കണമെങ്കിൽ 2 വിസിൽ കയപ്പിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചാൽ മതി. അടിപൊളി സിമ്പിളായിട്ടുള്ള കുക്കർ മത്തിക്കറി റെഡി. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു കൊത്ത് കറിവേപ്പില കൂടെ അതിൻ്റെ പുറത്തു കൂടെ ഇട്ടാലും ടേസ്റ്റ് ഒന്ന് വ്യത്യാസമായിട്ട്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സിമ്പിൾ മത്തിക്കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.